വയ്യ. ആശുപത്രിയിലെ കമ്പനി കൊണ്ട് പോകാൻ പറ്റുമോ? ഇന്ന് കഞ്ഞിയൊന്നും വെച്ചില്ല. വെച്ചില്ല. വയ്യാത്തോണ്ട് വെച്ചില്ല. പരിപാടി കാണാനല്ലേ അത്യാവശ്യം. ഉറക്കം കഴിഞ്ഞ് പരിപാടി കണ്ടോണ്ടല്ല. മഴ ആയില്ലേ? മഴക്കാലമായി. പിടിച്ചു ജലദോഷം പിടിച്ചാ. മഴക്കാലം ആയതുകൊണ്ട് അലർജി വന്നതാണ്. അലർജി. ഇത് ചെവി അടഞ്ഞിരിക്കണമ്മ. നിങ്ങൾ പറയണ ഒന്നും കേട്ടൂടാ. ഉറക്കെ പറ. കുറച്ച് പറയണം. അടഞ്ഞിരിക്കണം. ഒന്നും കേട്ടൂടാ. എന്ത് വയ്യ. ആശുപത്രി പോയിട്ട് വരാം. ഇന്ന് കഞ്ഞിയൊക്കെ കണ്ടില്ല. വയ്യാത്തോണ്ടമ്മ. എന്ന് വെച്ച് കഞ്ഞിക്ക് വെള്ളാടി കൊണ്ടുവയ്ക്കുമായിരുന്നു. വെളുപ്പിനെ വെക്കണതല്ലേ. ഇന്ന് വയ്യാത്തോണ്ട്. അപ്പൊ നാളെ കുറയണമെങ്കിൽ വെക്കാം. നാളെ നീ ഒരിടത്ത് പരിപാടിക്ക് പോവാലും പരിപാടി കാണാൻ പോവാലും ഞാൻ തലയിലാണ് കിടക്കണം. ഇന്ന് തൂത്തൂത്ത് അവിടെ കിടക്കണം. തലയിൽ തന്നെ കിടക്കണം. ചിലപ്പോ എന്നെ ആശുപത്രിയിൽ കിടക്കും. ഞാൻ വരൂല. ആശുപത്രി കിടക്കും. ആശുപത്രി കിടന്ന് ഇവിടെ പിള്ളേരെ നോക്കണായിരുന്നു. പിള്ളേരെ നോക്കണ്ടേ? കഞ്ഞിയൊക്കെ ആര് വയ്ക്കും? എനിക്ക് ഉച്ച വൈകുന്നേരം ചോറ് വേണം. കൊച്ചുങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇവരെ കൊണ്ട് സാധിക്കുമോ? നീ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ. വയ്യാതായിപ്പോയാ എന്തിനു ചെയ്യും? വയ്യാതായിപ്പോയാ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? എനിക്ക് ജലദോഷം കൊണ്ട് നീ വെയ് മരുന്ന് വാങ്ങിച്ച് ചോറും കറിയും വെയ്. പോയിട്ടോ. നീ കുപ്പിയാളാഞ്ചിടാ പറവളാഞ്ചിട്ട്. കുപ്പിയോളം വാങ്ങിച്ചിട്ട് അസുഖം വരുമോ? കുപ്പിയാഴ്ചയായിട്ട് അത്തൻ പൊട്ടി പോയി. അങ്ങനെ. ഞാൻ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വരണം. ചോറും കറിയൊക്കെ തിന്നോളെ. പെട്ടെന്ന് വരണം. ഡോക്ടറോട് പറയണം. പെട്ടെന്ന് പേര് ആരുമില്ല. പെട്ടെന്ന് വീട്ടിൽ പോവാൻ പറഞ്ഞു. എനിക്കൊന്നും കേട്ടൂടമ്മ. വീട്ടിൽ പോവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഇരിക്കല്ലേന്ന് പറയണം. അപ്പൊ അവര് നമ്മള് പറയും പോലെ അവര് പരിശോധിക്കൂല. അവരവരെ സമയത്തേ പരിശോധിക്കുള്ളൂ. ഇവിടെ ചോറും കറിയൊക്കെ വയ്ക്കണം. അന്ന് പറഞ്ഞ പറ്റൂല. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയാം. പോയിട്ട് ചോറും കറിയും വെക്കണം. പെട്ടെന്ന് തന്നെ നോക്കി വിടാൻ പറയാം കേട്ടോ. ശരി. ആശുപത്രി തന്നെ പോണെങ്കിൽ എനിക്കിനി കാറൊന്നും എടുക്കാൻ വഴി. കൂടുതൽ പോണേ കുഴപ്പമില്ല. എന്തിനും കേട്ടില്ല. കൂട്ടുകാർക്ക് കാറിൽ പോ. തലസ്ഥലി അവിടെ നിന്നപ്പോ അതിന് പൊളിഞ്ഞു വീണിരിക്കും. പോട്ടാ. വെയിലുകൊണ്ടില്ലേ? അതുകൊണ്ടാവും. ഈ വെയിലുകൊണ്ടേ നമുക്ക് വെയിൽ കൊണ്ടാലേ പറ്റുള്ളൂ. എന്റെ അമ്മയ്ക്ക് നല്ലപ്പനുള്ള ചോറാണ്. എന്റെ വീട്ടില് ചോറൊന്നും വെച്ചില്ല. മൊത്തം വയ്യ. പനി ഇൻഫെക്ഷൻ ആയി. അപ്പൊ ഭയങ്കര ക്ഷീണം. പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. ഞങ്ങള് കഴിച്ച സായി അമ്മയ്ക്കുള്ളത് മേടിച്ചു വെച്ചേക്കാം. വയ്യ, ഇരിക്കാൻ വയ്യ. കിടന്നാ മതി.
അഞ്ചാവനെ പറഞ്ഞ എന്ത് പറഞ്ഞ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് പിന്നെ തണുപ്പ് ഒഴിവാക്കാനൊക്കെ പറഞ്ഞു. ഒന്നിന് കാണാൻ പോവല്ലേ, കാഴ്ചയ്ക്ക് പോവല്ലേ. കാഴ്ചയ്ക്ക് പോയാ ഇതാണ് കുഴപ്പം. ഞാൻ കിടക്കാൻ പോണു. നീ കിടന്നാ വ്യാപിക്കണേ നീ. കിടന്ന് കുറയുമ്പോ എണീറ്റ് വേദിക്കാം. രാവിലെ കഴിച്ച് കഞ്ഞി വെച്ചില്ല. എന്താ കഞ്ഞി വയ്ക്കണത് രാവിലെ വെച്ച്? വയ്യാത്ത നടന്ന എണീറ്റ് വെക്കാത്തത്. നിങ്ങളൊന്നും കഴിച്ചതേ ഇല്ല. കഴിച്ച് കഞ്ഞി വെച്ചില്ല. കഞ്ഞി വെച്ചതേ ഇല്ല. അമ്മ ഞാൻ ചോറ് വാങ്ങിച്ച്, നിങ്ങൾക്ക് നന്ദനും കൂടെ ചോറ് വാങ്ങിച്ച്, കഞ്ഞി വച്ചില്ലെങ്കിലും ചോറ് വാങ്ങിച്ചു. വീട്ടിൽ വയ്ക്കാം. ഉച്ചക്ക് ചോറ് വെച്ചില്ലെന്നുള്ള കാര്യം അറിഞ്ഞൂടെ? നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഉച്ചക്കലത്തേക്ക് ചോറ് വാങ്ങിച്ചത്. നമ്മൾ രാവിലെ ഇവിടെ ആരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനല്ല ചായ ഇട്ടത്. ഓ, നിങ്ങളെ മോനാണ് ചായ ഇട്ടത്. അതുകൊണ്ട് രാവിലെ ചായ മാത്രമേ ഇട്ടുള്ളൂ, കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോറ് വാങ്ങിച്ചത്. പലഹാരം ഈ 1 മണിക്കാ അമ്മ പലഹാരം തിന്നണത്. ഉച്ചക്ക് ചോറ് അറിഞ്ഞൂടെ തിന്നുവില്ലെന്ന്? ഇന്നിപ്പോ ഒരു ദിവസം തിന്നു. ഞാൻ അതാ പറഞ്ഞു, ഞാൻ തുണി മാറിക്കോട്ടെ. ആശുപത്രിയിലെ തുണിയാണ്, മാറിയിട്ട് വരാമേ. അങ്ങോട്ട് വരാം. മക്കളെ മരുന്ന് തന്ന് എ സിയിൽ ഒട്ടും കിടക്കരുതെന്ന് പറഞ്ഞ്. ഈ റൂമിൽ എ സി ഇടില്ല. ഈ റൂമിൽ എ സി ഇടായിരുന്ന നിന്റെ പ്രശ്നവും മാറും. അത്ര തന്നെ. വരണം അമ്മ വരണമ്മ, ദാ വരണം. പോവാനും വാങ്ങാമ്മ വാങ്ങാം. കാണാനൊന്നും പോവല്ലോ. ഓ, സായിയുടെ ആഹാരം കഴിച്ചിട്ട് അവിടെ വെച്ച് കഴിച്ചു. അമ്മ അച്ഛനും സായിക്കറി ആഹാരം കഴിച്ചായിരുന്നു. ഒരു സിനിമ പിന്നെ പിക്നിക്കിനല്ലേടാ അമ്മ അച്ഛനും കൂടെ പോയത്, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. അവര് അലക്കും നല്ല സിനിമ കാണാൻ പോയതാണ്. വയ്യ. പിന്നെ ഒരു കണക്കിന് അത് ന്യായമായ കാര്യം. ഒന്ന് എനിക്ക് വയ്യായി ഉണ്ടായിരുന്നു, അതാണ്. തല കട്ട തണുപ്പത്തല്ലേ ഇരുന്ന വയ്യാതായ കാര്യം അത് തന്നെ. എന്നെയും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ വീട്ടിൽ കിടന്നാ പോരാ, സിനിമ കാണണം എന്ന് പറഞ്ഞല്ല. ചോറ് കൊടുക്കാൻ പോണ എന്താ വാനീച്ച് ചോറ് തരാം. വേണ്ട, അങ്ങനെ ഇപ്പൊ ഹാളിൽ ഇരുന്നുള്ള ചോറ് തീറ്റി വേണ്ട. എപ്പോഴും എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്? എനിക്ക് മക്കൾ അമ്മയ്ക്ക് അലക്കാൻ പോയി. എണീച്ചാണ് വാ, എണീച്ച് വാ. നിനക്കൊരു ചിന്മാണകം എന്നും ഒരു കാറ് കൊടുത്തോണ്ട് പോകും. സിങ്ക് കിടക്കണ കോലം നോക്കിയാണ് പാത്രം കഴിവാൻ ഞാൻ. അതൊക്കെ പറയുന്നു പോകാൻ നേരത്ത് കുടിച്ച് കായ മൂക്ക് മഴഞ്ഞ് കുഴഞ്ഞ്
സിനിമ പോണ നിനക്ക് സിനിമ വണ്ടി ഓടിച്ചോണ്ട് സിനിമ ഇന്ന് പോണ സിനിമ ഓ അമ്മ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോണം. ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോണ്. സിനിമ ഓ പോണ പോണ്ടേ? സിനിമ പോണത് നിനക്ക് സിനിമാനെ കണ്ടോണേ സിനിമാനൊക്കെ ഉണ്ടല്ലേ കാണാൻ തോന്നി അങ്ങ് പോയമ്മ. കാണാൻ തോന്നി അങ്ങ് പോയി. സിനിമാനൊക്കെ ഉണ്ടല്ലേ നിനക്ക് സിനിമാനായിരുന്നൂടെ? ഞാൻ പറഞ്ഞില്ലേ കാണണോന്ന് തോന്നി അങ്ങ് പോയി. അല്ല നിങ്ങളല്ലേ പറഞ്ഞത് സിനിമ കാണാൻ പോണ്ട, ഇനി വീട്ടിൽ നിന്ന് പോണ്ടാന്ന്. അപ്പൊ നിങ്ങളെ കൂടെ കൊണ്ടുപോയാൽ എനിക്ക് വയ്യാതായ കുഴപ്പമില്ലേ? ഞാൻ പിടിക്കുവല്ലേ? അത് കൊള്ളാം, നല്ല ഐഡിയ തന്നെ. അപ്പൊ ഇന്ന് മക്കളും ഞാൻ പിടിക്കൂലേ? എന്റെ മക്കളെ പിടിക്കൂലേ? എന്റെ മക്കളെ രണ്ടെണ്ണം കൂടെ പിടിക്കുവോ? ഓ അവര് പിടിക്കുമ്മ. അവൾ കൂടെ പിടിക്കും കൊച്ചു കഞ്ഞോണ്ട് പിടിക്കാൻ അവര് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ അവര് കൊച്ചു മക്കൾ, എന്റെ മക്കള് എന്നെ പൊന്നുപോലെ നോക്കും. എന്നെ പൊന്നോലെ നോക്കുമെങ്കിൽ അടുത്ത് വെച്ച് വാങ്ങാത്തി. പിന്നെ നിങ്ങളെ വയസ്സാം കാലത്ത് എന്നെ കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയാതി. പിന്നെ നിങ്ങളെ പറഞ്ഞ ഇനി സിനിമ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറയണമ്മ. പാഴ്സല് ചോറില് പപ്പടം ഇല്ല കേട്ടാ. ഉച്ചക്ക് കുളിച്ചും കൊണ്ടേ ഇരിക്കും. ഒരാൾക്ക് പയർ കൊടുക്കാം. നന്ദന് പയർ ഇഷ്ടം. പയറല്ല പരിപ്പ്. ഷോബൂസിന് പരിപ്പ് ഇഷ്ടമല്ല. ഷോബൂസിന് സാമ്പാറും പുളിശ്ശേരിയാണ് ഇഷ്ടം. സാമ്പാർ ഷോബൂസിന് കൊടുക്കാം. അതൊക്കെ അത് കഴുകിയിട്ട് എന്തോ തീയല് വലിച്ച കൊണ്ട് പാൻറ്റും ഊരിപ്പോ. ചോറ് വേണ്ടായിരുന്നു, കപ്പിയാതിയായിരുന്നു. ഇപ്പൊ ചോറ് വാങ്ങിച്ചു പോയമ്മ. ചോറ് വേണ്ടായിരുന്നു, ചോറ് വേണ്ടായിരുന്നു, കപ്പിയാതിയായിരുന്നു. ഇപ്പൊ ചോറ് എന്തായാലും വാങ്ങിച്ചു. നിങ്ങളിപ്പോ കഴിക്കുക. എനിക്ക് വയ്യമ്മ, മണി 2 ആവാൻ പോണു. നിങ്ങൾ പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്തിരിയേ? ഇത് തോരനൊക്കെ അമ്മ പിന്നെ മാറ്റാ മതിയായിരുന്നു. ഇപ്പൊ വാങ്ങിച്ചു പോയി. നിങ്ങളിത് മിണ്ടാതിരിക്കും. മാറ്റത് ആ കൊഴപ്പില്ല. നന്ദപ്പ ഇത്രയെല്ലാം കഴിക്കില്ല. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും. കാര്യം പിന്നെ വിഷങ്ങളൊന്നുമില്ല ഇത് ശോഭനയ്ക്ക്. ഇതാ ചോറ് കഴിക്കും. ചോറ് വേണ്ടായിരുന്നു, ചോറ് വേണ്ടായിരുന്നു, തരാൻ മതിയായിരുന്നു. കഴിക്കേ, മുഴുവനും കഴിക്കണേ അമ്മ. കൊണ്ട് കളയില്ല. പിന്നെ വിശന്ന ചോറില്ല കേട്ടാ. കൊച്ചിന് കൊടുത്താ? ഇല്ല, കൊടുക്കാൻ പോണ. നന്ദൂസേ ബാ ചോറ്. ഇന്ത്യക്ക് കിടക്കണ കോലം. എന്നവര് പക്ഷെ റെസ്റ്റ് എടുത്തിട്ട് കഴിയാൻ നിൽക്കാൻ വയ്യ. മക്കളേടാ ഫുഡ് കഴിക്കുന്ന അച്ചാറടാ. ഇത് മുഴുവൻ കഴിക്കണേ നന്ദൂസേ. കരി വേറെ ആഹാരം ഇല്ല ഇവിടെ. ഇനി അമ്മ രാത്രി പയറും കഞ്ഞി വെച്ചാലേ ഉള്ളൂ. ഇല്ല, ഇത് രസമാണ്. നീ പിന്നെ കുടിച്ചോണ്ടാതി. അത് വച്ചില്ല, പിന്നെ കുടിക്ക് കേട്ടതാണ്ടാ. മീൻ കറിയില്ല മക്കളെ. നിറച്ച് കഴിക്കണം കേട്ടാ. പിന്നെ വിശക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല. കഴിക്കും. നോൺ വെജ് ഇല്ലാതെ മക്കൾക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമല്ലോ. അങ്ങോട്ടിരുന്ന് കഴി. ഒരു ദിവസം ഒന്ന് കിടന്നുപോയാൽ എല്ലാത്തിനും ഡിമാൻഡുകളാണ്. ഒരു ഇല്ലാതാകുമ്പോ പഠിക്കും എല്ലാം. ചോറ് ഇങ്ങനെയാ എല്ലാ ദിവസവും തിന്നാത്ത അച്ചാറ് എന്ത് ചോറില്ല. ഞാൻ അങ്ങ് പോണേ, കിടക്കാൻ പോണേ. അമ്മച്ചി എന്നാ ഞാൻ കിടക്കാൻ പോണേ. കിടന്നിട്ടൊക്കെ മീൻ വാങ്ങിക്കാം കേട്ടാ. രാത്രി എവിടെ പോയി പോന? രാത്രി എവിടെ പോണ? എന്തിന്? മെനി മീന് പേരൂർക്കടയൊക്കെ കിട്ടും അമ്മ. പേരൂർക്കട കിട്ടും, ചൂഴമാല കിട്ടും,
ഞാൻ കിടക്കാൻ മോനെ, നിങ്ങൾ കഴിച്ചിട്ട് പാത്രം കൊണ്ടുവന്ന് കഴിവിടെ വച്ചിരിക്കണേ. ഞാൻ നന്ദ എടുത്ത് അകത്ത് വെച്ചോളും കേട്ടാ. നന്ദൂസേ, മുഴുവൻ ചോറും കഴിക്കണം. അയ്യോ, ചാണു ഉച്ചക്കപ്പ ചോറൊക്കെ കഴിക്കുമല്ലേ? തോന്നിയതൊന്നും ഡോക്ടറുടെ എന്തോ. പിന്നെ ഉച്ചക്ക് ചോറ് മാറ്റോണ്ട് വരുന്ന വിലയില്ല കൊണ്ടാണ്. പിന്നെ ഈ പെണ്ണിന്റെ പറഞ്ഞാൽ കേക്കില്ല. പിന്നെ പലഹാരം മല്ല മാറ്റാൻ മതിയായിരുന്നു. ചോറ് മാറ്റാ ചോറാതി മാറ്റാ പലഹാരം മല്ല മാറ്റാൻ മതിയായിരുന്നു. പിന്നെ ചോറ് വാങ്ങിക്കണ്ടായിരുന്നു. വിലയില്ലാത്തതുകൊണ്ടാണ് ഈ പലഹാരം വാങ്ങിക്കുന്നത്, ഈ ചോറ് വാങ്ങിക്കണം. ചോറെങ്കിൽ ചോറ് കഴിക്കും. ചോറിന് കളയാൻ പറ്റുമോ? ആ പെണ്ണെവിടെ? പെണ്ണെവിടെ? ആ പെണ്ണെവിടെ? പെണ്ണെ പെണ്ണെ, നീ ഇവിടെ ഒന്ന് കിടക്കണ? ഞെരിയുണ്ണേ എന്തരമ്മ പേടിച്ചോയല്ല. എരിയണ്ണേ, എനിക്ക് കിടക്കട്ടിത്തിരി എരിയണ്ണേ. വയ്യാതെ വന്ന് കിടന്നതല്ലേ ഈ പറഞ്ഞ കണക്ക്. മരുന്ന് കഴിച്ചില്ലേ? കുറവില്ലേ? കഴിച്ചമ്മ, കുറയുണ്ടേ. മരുന്ന് ഇപ്പൊ അങ്ങോട്ട് കഴിച്ച ഉടനെ കുറയോ? മരുന്ന് കഴിച്ചാൽ കുറയും. ഏച്ചുവാ അയ്യോ, എന്റെ പൊന്നമ്മച്ചി, ഞാൻ കുറച്ചേരം കിടക്കട്ടെ. നീ കുടിയാൻ കഴിച്ച് മരുന്ന് കഴിച്ചോണ്ടിരുന്നാ മതി. ഇനി ഒരിടത്ത് പോതാ മരുന്ന് പോകണ്ട. അമ്മ, എനിക്ക് നിക്കാൻ വയ്യെന്ന്, എനിക്ക് കിടക്കണമെന്ന്. എനിക്ക് ഭയങ്കര പനി, ചൂടുണ്ട്. വൈകിട്ട് വല്ല വ്യാപിച്ചാ? ഒന്നും വ്യാപിച്ചില്ല. നിങ്ങൾ കണ്ടതില്ലേ? നിങ്ങൾക്ക് ചോറും തിന്നിട്ട് ഞാൻ വന്ന് കിടക്കണ്. ഞാൻ അതിന്റെ ഇടയിൽ എപ്പ വ്യാപിക്കാൻ? എന്റെ അടുക്കളയിലാണെങ്കിൽ നിറച്ച് പാത്രവും സിങ്കിനകത്ത് കിടക്കണം. അതൊക്കെ ഇനിയിപ്പൊ പിന്നെ രാത്രിനും ആ കൊച്ചിനും എന്തൊരു കൊടുക്കും? ആ നേത്ര വിട്ട് വരുമ്പം കഞ്ഞി വെക്കും, പയറും കഞ്ഞിയും വെക്കും. പയറ് കഞ്ഞ? എനിക്ക് പയറ് കഞ്ഞിയൊന്നും വേണ്ട. എനിക്ക് ചോറും മീനൊന്നും വെക്കാനുള്ള ആവതില്ല. പയറാകുമ്പോ ഇതുപോലെ പയറും ഇതുപോലെ അരി എടുത്ത് ആ കുക്കറിട്ട് അത് കഞ്ഞിയാവും. അല്ലെങ്കിൽ ആ അടുപ്പത്തിട്ട് തീയിട്ട് അത് അവിടെ കിടന്ന് വെന്തോളും. എനിക്ക് വയ്യ. പയറ് തോരൻ വയ്ക്കണം. പയറ് തോരനാ? അല്ല, കഞ്ഞി. കഞ്ഞ? ഓ, പയറ് കഞ്ഞി വയ്ക്കണ? ഓ, അത് തന്നെ ഒക്കൂല. നിങ്ങൾക്ക് രാത്രി ഞാൻ എന്തൊക്കെ പൊറോട്ട ചിക്കനെങ്കിലും വാങ്ങിച്ചു തരാം, പോരെ? പൊറോട്ട ചിക്കൻ അങ്ങനെ വാങ്ങിച്ചു തരാൻ മതിയാ? അത് മതിയാ? കഞ്ഞി വേണ്ടേ? വേറെ കഞ്ഞിയൊന്നും വേണ്ട. എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ ഇന്ന് കുളിക്കില്ല. എന്ത് കുളിക്കാത്ത? ഇന്നലെ കുളിച്ചല്ലി. അവിടെ ഇന്ന് കുളിക്കൂലേ? ഇന്ന് ജലദോഷം. ഒരു ജലദോഷമില്ല. മര്യാദ പോയി കുളിക്കാതെ നടക്കണത്. ഒരാഴ്ച വന്നാൽ പിന്നെ നിങ്ങൾ ഇനി ഒരാഴ്ച കുളിക്കില്ല. നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ? എഴുന്നേറ്റ് വാ. മരുന്നും കുളിയാൻ തിന്നല്ലേ? എഴുന്നേറ്റ് വാ. എഴുതി വേണേ, ജയിച്ചു വേണേ. പെണ്ണേ, നീ ജയിച്ചു വാ. ജയിച്ചു വേണേ. കിടന്നിട്ട് വരാം. നിങ്ങൾ പോയി കുറച്ചേരം കിടന്നിട്ട് വരാം. എടാ നന്ദ, അച്ഛന്റെ ഫോൺ അടിക്കുന്നടാ.
കുറച്ചു നേരം കിടന്നിട്ട കുറച്ചു നേരം കിടന്നിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ട് എന്തിനു ചെയ്യാൻ? ഒന്നും വ്യാപിച്ചില്ലേ? അമ്മ ഞാൻ കുറച്ചു നേരം കിടന്ന് അസുഖം കുറച്ചാലേ നാളെയും മറ്റന്നാളൊക്കെ വ്യാപിക്കാൻ പറ്റൂ. ഇപ്പൊ ഇന്ന് വ്യാപിക്കാൻ വേണ്ടി ഞാൻ ഈ കിടക്കണ ഞാൻ ഈ ആവതില്ലാതെ എണീറ്റ് വന്നാൽ പിന്നെ ഒരാഴ്ച സിനിമ പോവല്ലോ രാത്രി. പോവൂല. ഒരാഴ്ച കിടക്കണ നല്ലത്, 1 മണിക്കൂർ കിടക്കണേണ നല്ലത്. സിനിമ കാണാൻ പോവല്ലോ. പോണില്ല, അവരോടും പോണില്ല. നീ എന്നെ പറയാനത് ഒരു ഓട്ടമുണ്ട്. നീ സിനിമയൊക്കെ കണ്ടിട്ട് തന്നെ കുഴപ്പമില്ലാത്. ഇനി ഒരിടത്ത് പോവലും ഇനി വീട്ടിൽ തന്നെ ഇരിക്കണം. കാലത്ത് വല്ല മെയിനായിട്ട് മാറ്റി കൂട്ടാൻ വെച്ച് കഞ്ഞി വെച്ചോട്ട് വീട്ടിൽ ഇരിക്കണം. നിങ്ങൾ പോയി, ഞാൻ വരാം. അവിടെ ഒരു തേങ്ങ വരുന്നത്. എനിക്കവിടെ തേങ്ങയുടെ ആവശ്യമില്ല. അവിടെ കിടക്കണം. അതെടുത്ത് ഇവിടെ കൊണ്ടിട്ട